MLA ഉമാ തോമസിന്റെ ചോര വീഴ്ത്തിയ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത് കോടികളുടെ ബിസിനസ് ആണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്ക് കോടിക്കണക്കിന് രൂപയാണ് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കിയ തട്ടിക്കൂട്ടി നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓരോ നർത്തകിമാരും 5100 രൂപ വീതം നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപയും വസ്ത്രത്തിന് 1600 രൂപയും നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത്. പട്ടുസാരി കിട്ടുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണെന്നും ഇങ്ങനെ പല തട്ടിപ്പുകളും ഇന്നലത്തെ പരിപാടിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന ഒരു വിവരം. ജോ ആലിക്കാസ് ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സ്പോൺസർ. കല്യാൺ സിൽക്സും ഇതിനു വേണ്ടിയിട്ട് പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരസ്യങ്ങളിലൂടെയൊക്കെ ലക്ഷങ്ങളാണ് സംഘാടകർ കിട്ടിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഇവരൊന്നും വേണ്ടൊരു പരിഗണന നൽകാത്തതുകൊണ്ടാണ് ഉമാ തോമസ് എന്ന MLAക്ക് ഇപ്പോൾ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതായത് 5000 രൂപ വെച്ച് ഏകദേശം 12000 പേരിൽ നിന്ന് പിരിച്ചാൽ തന്നെ സംഘാടകർക്ക് 6 കോടി രൂപ കിട്ടും എന്നാണ് കണക്ക് പറയുന്നത്. എന്നാൽ ഈ 5000 രൂപ മാത്രമല്ല 8000 രൂപ വരെ ആളുകളുടെ ഇന്ന് പിരിച്ചു എന്ന റിപ്പോർട്ട് കൂടി നിൽക്കുമ്പോൾ ഏകദേശം 10 കോടിയിലധികം രൂപ ഇന്നലത്തെ ഈ ഒരു പരിപാടി കൊണ്ട് സംഘാടകർ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അത് മാത്രമല്ല ഈ ഭക്ഷണം, താമസം, മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തത് എന്ന് തന്നെയാണ് ഈ നർത്തകർ പറയുന്നത്. അതിനുപോലും ഈ പണം വാങ്ങിയിട്ട് പോലും ഇത്തരത്തിൽ ഈ വണ്ടി സൗകര്യമോ താമസത്തിനോ മേക്കപ്പിനോ ഒന്നും തന്നെ ഇവർ പണം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലും ഇവർ ഒരുക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നാണ് ഈ പല നർത്തകരും പറയുന്നത്. ഒപ്പം സംഘാടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പരിക്കേറ്റപ്പോഴാണെന്നും ഒരു നർത്തകി പറയുന്നു. പിന്നീട് പരിപാടികളിൽ പങ്കെടുക്കാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു. ദിവ്യ ഉണ്ണിയെ മുൻനിർത്തിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് മാത്രമല്ല ഈ ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാർ ഉൾപ്പെടെ ഈ ചടങ്ങിനുണ്ടായിരുന്നു. ഈ പരിപാടിക്ക് പണം നൽകാനുണ്ടായിരുന്നു. ഒരു വലിയ സംഗീത നിശ്ചയം ഇതിനു മുമ്പായി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിട്ട് പോലും ഈ പരിപാടികളിലൊന്നും മാറ്റം വരുത്തിയില്ല, അത് നിർത്തിവെച്ചില്ല, ആവേശം ഒട്ടും കുറച്ചൊന്നുമില്ല. അങ്ങനെ ഉമാ തോമസിന് പറ്റിയാൽ എന്ത്, പറ്റിയില്ലെങ്കിൽ എന്ത്, പക്ഷേ ഈ പരിപാടി നടത്തുമെന്നുള്ള ഈ സംഘാടകരുടെ വാശിയായിരുന്നു ഇതിന് പിന്നിൽ എന്ന് കരുതേണ്ടി വേണം. അങ്ങനെയാണെങ്കിൽ പോലും കോടികൾ ഉണ്ടാക്കിയൊക്കെയാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നർത്തകർക്ക് കോട്ടൺ സാരി വിറ്റത് ഈ വസ്ത്രശാല പണം വാങ്ങിയാണോ എന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തമായിട്ടുള്ള കാര്യമല്ല. ഇനി പണം വാങ്ങാതെ ആണെങ്കിൽ പോലും അതും ഈ സംഘാടകർക്ക് ലാഭമായി എന്ന് പറയണം. ഇതിനു മുൻപും ഈ റെക്കോർഡ് ലക്ഷ്യമിട്ട് പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് ഈ അവിടെ പങ്കെടുത്ത നർത്തകിമാർ പറയുന്നത്. ഇന്നലെ നടന്ന പരിപാടിയുടെ സമയക്രമം പലപ്പോഴായി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. നൃത്ത അധ്യാപകർ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എത്തിച്ചത് ഇങ്ങനെയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മൃദംഗനാഥം എന്ന പേരിൽ പ്രശസ്ത നടി ദിവ്യയുടെ നേതൃത്വത്തിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നടക്കും നർത്തകർ പങ്കെടുത്തിരുന്നത്. മന്ത്രി സജി ചെറിയാനായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും ഉമാ തോമസിന് അപകടം പറ്റിയിട്ട് മന്ത്രി പോലും ഒന്ന് ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഗിന്നസ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് വേണ്ട ആളുകൾ, മന്ത്രി സജി ചെറിയാനും അടക്കമുള്ളവർ വേദി വിട്ടത് എന്നുള്ള ആക്ഷേപവുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLAക്ക് പരിക്കേൽക്കാനുണ്ടായ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് കോടികളുടെ ബിസിനസ്സാണ് അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഉമാ തോമസിന്റെ പരിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ പരിക്കിനെ പോലും അല്ലെങ്കിൽ ഈ സുരക്ഷാ വീഴ്ചകളൊക്കെ പരിഗണിക്കാതെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും 10 കോടിയിലധികം രൂപ സംഘാടകർ തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും.